ദുഃഖത്തിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവത്തിലും ദൈവത്തെ പാടുവാനും ആരാധിപ്പാനും കർത്താവ് അവസരം തരുന്നല്ലോ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കർത്താവിനെ പാടി ആരാധിച്ചു, അവർ ദൈവസ്ഥലേക്ക് കടന്നുപോയി. ഇന്ന് നാമും ചേർന്ന് പാടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ആത്മീയ യോഗത്തിനായി രാവിലെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ബഹുമാന്യ ദേവദാസന്മാർ പാടി ആരാധിച്ച പ്രിയപ്പെട്ട ദേവചന്ദ്രർ, അതുപോലെ ഒരുമിച്ച് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. सबको जय मसीह की। जीवन के सुख में दुख में हर परिस्थिति में परमेश्वर की आराधना करने वाले हम, परमेश्वर हमको अनुग्रह किया, इसलिए हम उसका धन्यवाद करते हैं। हमारे पूर्वज भी आराधना करते आए हैं, आज हम भी आराधना करते हैं। इस प्रातः सभा को हम धन्यवाद करते हैं, जितने भी पासवान इसमें जुड़े हैं, जितने भी सेवक लोग जुड़े हैं, जितने पासवान जिस ब्रदर ने आराधना किया उनका मैं धन्यवाद करता हूँ। जितने लोग इस प्रार्थना सभा जुड़े हैं, मैं उनका धन्यवाद करके आगे बढ़ना चाहूंगा। ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായി നമ്മൾ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾപ്പാനുള്ള വലിയ വാഞ്ചയോടെ ദൈവം ഭാഗമായിരിക്കുക. विश्वास करता हूँ सभी सुख के साथ और अपने एकदम आकर्षण के साथ सब वचन को सुनने के लिए बैठे हैं। നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോസ്തലരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ हम ऐसे पढ़ते हैं प्रेरितों के काम उसके 3रे अध्याय का 1-2 വാക്യത്തിൽ വായിക്കുന്നു, പത്രോസും യോഹന്നാനും ആരാധനാലയത്തിലേക്ക് ചെല്ലുമ്പോൾ വഴിമധ്യേ ഒരു രോഗിയെ സൗഖ്യമാക്കുന്നു. उसके 3रे अध्याय का पहले दूसरे वचन में हम देखते हैं पत्रस और यूहन्ना एक आराधनालय में जा रहे थे, तो मंदिर के फाटक के पास एक भिखारी को वो चंगा करते हैं। ജീവിതത്തിന്റെ വഴികളിൽ ഏതിടത്തായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും ദൈവമഹത്വം വെളിപ്പെടുത്തുവാനായി അഭിഷേകവും അധികാരവും പ്രാപിച്ചവരാണ് നാം. जीवन की किसी भी परिस्थिति में, किसी भी वक्त में, किसी भी जगह में परमेश्वर का अनुग्रह हमारे साथ है कि हम लोग कहीं भी आश्चर्य कर्म कर सकते हैं। ആരാധനാലയത്തിനകത്ത് കൊണ്ടുവന്ന് സൗഖ്യമാക്കണമെന്ന് നിയമമില്ല. आराधनालय के अंदर लाके उसको चंगा करने का ऐसा कोई नियम नहीं है। ആമേൻ. നാം ആരാധനാലയത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അത് വഴിമധ്യേ ആയിരുന്നാലും നമ്മിലൂടെ ആ ദൈവശക്തി വ്യാപരിക്കും. आराधनालय के बाहर हो या फिर उसके रास्ते में ही हो, परमेश्वर का आत्मा हमसे आश्चर्य कर्म करता है। ആമേൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ അസാധാരണക്കാരായ ആളുകളാണ്. मैं हमेशा ये बोलता हूँ कि हम लोग असाधारण हैं। ആമേൻ. വിഷയങ്ങളുടെ മധ്യേ ജീവിതത്തിന്റെ ഏത് വഴികളിലായിരുന്നാലും ആ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുവാൻ അധികാരം പ്രാപിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. हम लोग किसी परिस्थिति में हो, किसी भी जगह में हो, चाहे घोर अंधकार की भरी तराई हो, क्या हम लोग चले, परमेश्वर का आत्मा हमारे साथ हमेशा रहता है। എപ്പോഴും തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. परमेश्वर का अद्भुत कार्य को हम लोग को प्रकट करने के लिए परमेश्वर ने हमको बुलाया है। ആമേൻ. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ മുമ്പോട്ട് അധ്യായങ്ങൾ വായിക്കുന്നു, അതിന്റെ പുറകിലെ അധ്യായങ്ങളിൽ പെന്തക്കോസ്തിന്റെ ശക്തി വെളിപ്പെടുന്നു, എല്ലാവരും ആത്മാവ് നിറയുന്നു. हम उसके कुछ पिछले अध्यायों में पढ़ते हैं कि पेंतकोस्त का उस दिन में परमेश्वर का आत्मा उतरता है, तो सब लोग आत्मा में भरकर परमेश्वर की आराधना करते हैं। എല്ലാ ശിഷ്യന്മാരും ആത്മാവിൽ നിറയപ്പെട്ടു. सारे यीशु मसीह के चेले और शिष्य सब आत्मा में भर जाते हैं। എല്ലാവരും ആ ദൈവിക നിറവിലേക്ക് കടന്നു വന്നിട്ട് ആമേൻ മാളിക മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. सब लोग परमेश्वर की आत्मा में भरकर उस टापू में से बाहर आते हैं, कोठरी से मट्टी से बाहर आते हैं। ആമേൻ. വായിക്കുന്നു, അവർ പുറത്തേക്ക് വന്നിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചെയ്യുവാനായി യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യുക. उस कोठरी से बाहर निकलने के बाद वो लोग दुनिया के छोर तक यीशु मसीह का सुसमाचार सुनाने के लिए निकल पड़ते हैं। നമുക്കറിയാം ആമേൻ, ഈ ദൈവശക്തി മാളിക മുറിയിൽ മാത്രം വ്യാപരിക്കുന്ന ദൈവശക്തി അല്ല, ഇത് യെരൂശലേമിന്റെ മധ്യേയും ഭൂമിയുടെ അറ്റത്തോളവും എവിടെ നാം ആയിരുന്നാലും നമ്മിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയാണ് ആത്മ നിറവെന്ന അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി എന്ന ദൈവശക്തി. हम ये बात जानते हैं कि परमेश्वर का आत्मा सिर्फ उस कोठरी में ही नहीं, परंतु यरूशलेम में और दुनिया के छोर तक वो कार्य करने वाला आत्मा हमारे साथ हमेशा चलता है। ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ച നമ്മൾ ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: ജീവിതത്തിന്റെ ഏത് വഴികളിലും എല്ലാ വഴികളിലും വെളിപ്പെടുന്ന ഒരു ദൈവശക്തി. आज मुझे परमेश्वर का आत्मा ही कहने जा रहा है कि हम लोग जिस जीवन में जिस भी परिस्थिति में हो, जहाँ कहीं भी हो, परमेश्वर का आत्मा जो हमारे साथ रहता है हमें आश्चर्य कर्म करवाता है। ആമേൻ. നിയമങ്ങൾ നിർബന്ധമില്ല, നമ്മുടെ കൂട്ടായ്മ മധ്യ മാത്രമേ ദൈവശക്തി വെളിപ്പെടൂ എന്ന്. ऐसा कोई नियम नहीं है कि हम उचित नियम नहीं है कि हम लोग इस जगह में इसी
समय में हम आराधना करेंगे तो आश्चर्य कर्म होगा। ആമേൻ. നാം ഒരു ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെട്ടവരാണ്. हम एक परमेश्वर का मंदिर हुए हैं। ആമേൻ. നാം അതായി മാറ്റപ്പെട്ടവരാണ്. നാം നടക്കുന്ന വഴികളിൽ നമ്മിലൂടെ ദൈവശക്തി വെളിപ്പെടുന്നു. हम परमेश्वर के मंदिर में बदले गए हैं और हम लोग जहाँ कहीं जाते हैं हम लोग अपने मंदिर को लेके चलते हैं। ആമേൻ. ഈ വലിയ ദൈവശക്തി ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നാം എവിടെയെല്ലാം ആയിരുന്നാലും നമ്മിലൂടെ വെളിപ്പെട്ട ദൈവശക്തിയാണ്. हम जहाँ कहीं भी हो, जिस भी कहीं जगह पे हो, हमारे अंदर से वो शक्ति बाहर निकलती है। ആമേൻ. നാം വായിക്കുന്നു, പത്രോസും അതുപോലെ യോഹന്നാനും വഴിമധ്യയാണ് രോഗിയെ സൗഖ്യമാക്കുന്നത്. हम जानते हैं कि पतरस और यूहन्ना आराधनालय के फाटक में उस रोगी को चंगा करते हैं। ജന്മന മുടന്തനായിരുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന വ്യക്തിയെ സൗഖ്യമാക്കുന്നു. वो जन्म से लंगड़े हुए पुरुष को चंगा करते हैं। ശ്രദ്ധിക്കണമേ. അപ്പോൾ ആത്മശക്തി പ്രാപിച്ചിട്ട് ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകളെ അല്ലെങ്കിൽ ചില ദിവസങ്ങളെ ആയിട്ടുള്ളൂ പത്രോസും യോഹന്നാനും. हम एक बात को ध्यान करेंगे कि कुछ ही समय हुआ है, कुछ ही दिन हुआ है पतरस और यूहन्ना को अभिषेक पाए हुए। ആമേൻ. അഭിഷേകം പ്രാപിച്ചതിന് വലിയ പാരമ്പര്യമൊന്നും ആയിട്ടില്ല. अभिषेक पाया हुआ कई ज्यादा इनको एक्सपीरियंस नहीं है। വലിയ പാരമ്പര്യം बहुत दिन नहीं हुआ. बहुत ज्यादा समय नहीं हुआ उनको। ആമേൻ. എന്നാൽ നാം വായിക്കുന്നു, ഇവിടെ മുമ്പിലെ പ്രതിസന്ധി എന്നാണ്? ജന്മനാ മുടന്തനായ ദീർഘവർഷങ്ങളായുള്ള പ്രതികൂലത നേരിടുകയാണ് വിശുദ്ധന്മാരെ അഭിഷക്തന്മാർ. पर हम जानते हैं कि सामने जो रोगी है वो जन्म से लंगड़ा है। അപ്പോൾ നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങളുടെ വലിപ്പവും അതിന്റെ ആഴമോ നീളമോ അതിന്റെ കാലദൈർഘ്യമോ നോക്കി നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആമേൻ ഈ ജീവിതത്തിന്റെ സകല വഴികളെയും പ്രതികൂലങ്ങളെയും പിടിച്ചടക്കുവാൻ पर्याप्तമാണ്. इसका मतलब यही है कि हमारे सामने जैसी भी शक्ति हो, उसकी ताकत को, उसके सामर्थ्य को देखकर उसका अंदाजा नहीं लगाना चाहिए। हमारे साथ जो परमेश्वर का आत्मा है वो किसी भी वक्त किसी भी समय में हमारे साथ आश्चर्य कर्म कर सकता है। നാം ആരാണെന്നുള്ള ബോധ്യമില്ലാത്ത ഒരുപാട് വിശ്വാസികൾ ദൈവസഭയ്ക്കകത്തുണ്ട്. हम लोग असलियत में कौन है ये ना जाने हुए कई सारे विश्वासी हमारे साथ हैं। ഏറ്റവും വലിയ അപകടകരമായ സ്ഥിതിയാണ് തങ്ങൾ ആരാണെന്നുള്ള ബോധ്യമില്ലാത്ത വിശ്വാസ സമൂഹം. सबसे बहुत ही क्रूशियल पॉइंट होता है हर एक विश्वासी का कि वो अपने आप को पहचान नहीं पाते कि वो क्या है। ആമേൻ. ഇന്ന് രാവിലെ എന്നാൽ നാം ഒരുമിച്ച് ആരാധിക്കുന്ന നമുക്കറിയാം, നാം ചില ദൈവത്താൽ വിളിക്കപ്പെട്ട അസാധാരണക്കാരായ ആളുകളാണ്. आज हम जो मिलकर आराधना करते हैं हम ये जानते हैं कि हम परमेश्वर के चुने हुए हैं और हम असाधारण लोग हैं। കർത്താവ് ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അഭിഷേകവും ദൈവശക്തിയും പ്രാപിച്ചവർ. यीशु मसीह जो काम किया है उससे बढ़कर काम करने वाले हमको परमेश्वर ने चुना है। ആമേൻ. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ആ കാലത്തിലെ അഭിഷിക്തന്മാരും ചെയ്ത അതേ ശുശ്രൂഷ ഇന്ന് നാം 2025 നാം ചെയ്തു വരുന്നു. पुराने नियम में अभिषिक्त लोगों ने, पुराने लोगों ने जो भी कार्य किया वो आज हम 2025 में करने वाले हम भी हैं। കാരണം ആമേൻ ദൈവാത്മാവ് അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. इसका कारण यही है कि परमेश्वर का आत्मा हमको इसके लिए प्रेरित करता है। ദേവാലയത്തിന്റെ അകത്ത് കടന്നിട്ട് ഞാൻ അത്ഭുതം ചെയ്യുമെന്ന് വിചാരിക്കാതെ ആമേൻ നടക്കുന്ന വഴികളിൽ നേരിടുന്ന പ്രതികൂലങ്ങളെ തൽക്ഷണം സൗഖ്യമാക്കുന്ന അഭിഷിക്തന്മാർ. आराधनालय के अंदर जाके उसको चंगा करने का ये विचार ना रखते हुए उसी फाटक में उसको चंगा करने वाला अंदर से एक आत्मा पतरस की ओर परमेश्वर डालता है। നമ്മുടെ ഉള്ളിലെ ദൈവശക്തി ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും വെളിപ്പെടുന്ന ദൈവശക്തിയാണ്. हमारे अंदर जो परमेश्वर का आत्मा है वो किसी भी वक्त में आश्चर्य कर्म कर सकता है। അതിരുകളില്ലാതെ ലിമിറ്റേഷൻസ് ഇല്ലാതെ ജീവിതത്തിന്റെ ഏത് സമയത്തും ഏത് ഘട്ടങ്ങളിലും ഏത് വഴികളിലും പകലെന്നോ രാത്രി എന്ന വ്യത്യാസമില്ലാതെ വെളിപ്പെടുന്ന ദൈവശക്തിയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മശക്തി എന്നുള്ളത്. बिना किसी रुकावट के, बिना किसी रोक टोक के अपने अंदर से शक्ति निकालकर आश्चर्य कर्म करने वाला एक आत्मा हमारे साथ घूमता है, परमेश्वर का आत्मा। ശ്രദ്ധിക്കണമേ. വഴിയരികിൽ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് രോഗിയെ സൗഖ്യമാക്കിയ അഭിഷിക്തന്മാർ. ध्यान से देखेंगे कि फाटक में, ना कि अंदर जाके, फाटक में ही उस रोगी को चंगा करता है पतरस। നമുക്കറിയാം, മാളികമുറി വിട്ടു ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ല. हम जानते हैं कोठी को छोड़ दिए हैं पर आराधनालय में नहीं पहुंचे हैं। ആമേൻ. എന്നാൽ വഴിയരികിൽ എത്രയോ ഇടങ്ങളിൽ ഹല്ലേലൂയ ആമേൻ വഴികളിൽ നേരിടുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭയന്നോടിയ ഒരു വേദപുസ്തകത്തിലുണ്ട്. कितने सारे लोग हम बाइबल में पढ़ चुके हैं कि वो लोग रास्ते में परेशानी को देख के, भटक के, देख के वापस मुड़ जाते हैं। ആമേൻ. വഴിയിൽ വെച്ച് വീണുപോയവരുണ്ട്. कई लोग रास्ते में गिर चुके हैं। ആമേൻ. വഴിയിൽ വെച്ച് ശത്രുക്കൾ ആക്രമിച്ച് അവരെ കൊന്നൊടുക്കിയ ചരിത്ര വേദപുസ്തകത്തിലുണ്ട്. हम कई बार देखते हैं कि रास्ते में शत्रु ने उनको मार गिराया और वो वहीं भस्म हो गए। എന്നാൽ ആമേൻ പുതിയ നിയമത്തിൽ അഭിഷേകത്തിന്റെ യുഗത്തിൽ പെന്തക്കോസ്തിന്റെ യുഗത്തിൽ
ആത്മശക്തിയുടെ നാളുകളിൽ വഴിയരികിൽ ഉയർന്നു നിന്ന വലിയ പ്രതികൂലത്തെ യേശുവിന്റെ നാമത്തിൽ കീഴ്പ്പെടുത്തിയ അപ്പോസ്തലന്മാരെയാണ് 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. इसलिए लेकिन हम आज देखते हैं कि आत्मा में भरे हुए पतरस और यूहन्ना उस फाटक में ही परमेश्वर के आराधनालय के बाहर उस पेंतिकुस्त के समय में यीशु मसीह के नाम से उस रोगी को चंगा करता है. ശ്രദ്ധിക്കണമേ, ജീവിത വഴികളിൽ ഏതെങ്കിലും കാരണവശാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതികൂലം എന്നെ കൊണ്ട് സൗഖ്യമാക്കുവാൻ, നേടുവാൻ ഇത് സാധ്യമല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ആമേൻ ഒരു ഉണർവായി മാറട്ടെ, ഒരു ഉത്സാഹമായി മാറട്ടെ. നിശ്ചയമായും നാം അവയെ കീഴ്പ്പെടുത്തും. जितने भी लोग ये सोचते हैं कि मुझसे ये काम नहीं होगा, ये मेरे बस की बात नहीं है, मेरे से ये काम नहीं हो सकता, उनके लिए आज यही संदेश है. ये संदेश उनके लिए उत्साहपूर्वक संदेश होने वाला है. നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവശക്തി ദേവാലയത്തിനകത്ത് മാത്രം വെളിപ്പെടുന്നതല്ല, കൂട്ടായ്മയുടെ മധ്യേ മാത്രം നമ്മെ ബലപ്പെടുത്തുന്നതല്ല, പിന്നെയൊന്ന് മേഘരായി നമ്മുടെ യാത്രാമധ്യേയും ആമേൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവശക്തിയാണ് പുനരുദ്ധാരത്തിന്റെ ശക്തി. हमारे साथ जो आत्मा हमारे साथ पवित्र आत्मा घूमता है, वो सिर्फ आराधनालय में नहीं, संगति में ही नहीं, जबकि हम अकेले जिस कहीं रास्ते में चलते हैं वहां भी आश्चर्य कर्म करने वाला है. ആമേൻ നാം ദൈവത്തിന്റെ മനുഷ്യരായി മാറ്റപ്പെട്ടവരാണ്. हम परमेश्वर के संतान हुए, बदले हुए लोग हैं. ദൈവത്തിന്റെ മനുഷ്യരായി മാറ്റപ്പെട്ടവരാണ്. പരമേശ്വര മനുഷ്യരുടെ ആമേൻ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ട ആത്മശക്തി ആമേൻ ആരാധനാലയത്തിന് അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവശക്തിയല്ല. हम जो परमेश्वर के मनुष्य हैं, उसका आत्मा सिर्फ आराधनालय में ही आश्चर्य कर्म नहीं कर सकता. ആമേൻ ജീവിതത്തിന്റെ സകല വഴികളിലും ആമേൻ ശത്രുവിന്റെ ബലത്തെ പിടിച്ചൊതുക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. जीवन के हर कई रास्ते में शैतान की शक्ति को ढा देने वाली शक्ति है हमारी पवित्र आत्मा. ആമേൻ കർത്താവിന് യെരൂശലേമിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വന്നില്ല, ശമരിയിലും കർത്താവ് ഇതിന്റെ കാര്യം ചെയ്തു. यीशु मसीह ने सिर्फ यरूशलेम में अपना कार्य नहीं दिखाया, बल्कि सामरिया में जाके अपना अद्भुत कार्य को दिखाया. ആമേൻ നടന്ന വഴികളെല്ലാം സമുദ്രത്തിലായിരുന്നാലും ബഥാനിയിലായിരുന്നാലും അത് കാനാവിലായിരുന്നാലും യെരൂശലേം വിട്ട് എത്ര ദൂരം പോയിരുന്നാലും ഹല്ലേലൂയ ആമേൻ നാം ദൈവത്തിന്റെ മനുഷ്യരായി മാറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ ജീവിതം നേരിടുന്ന സകല പ്രതികൂലങ്ങളെയും ആ വഴിയിൽ വെച്ച് തന്നെ ആമേൻ പരിഹരിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. यीशु मसीह सिर्फ आराधनालय में नहीं, बल्कि जहाँ जहाँ वो गया, समुद्र में हो चाहे काना में हो, रास्ते में कहीं भी हो, यीशु मसीह अपना कार्य दिखाता गया. वैसे ही हम जीवन की जो भी रास्ते में यीशु मसीह का कार्य हमारे साथ हमेशा होता रहता है. ശ്രദ്ധിക്കണമേ, നാം വഴിയിൽ വെച്ച് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നവരാണ്. हम इस बात को ध्यान देंगे कि हम रास्ते में ही परेशानियों को देखकर अपना निर्णय ले लेते हैं. രാവിലെ ആത്മാവിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ വിഷയവുമായി മുമ്പോട്ട് നീങ്ങേണ്ടവരല്ല നമ്മൾ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ വഴികളിൽ നേരിടുന്ന പ്രതികൂലങ്ങളെ അവിടെ വെച്ച് തരണം ചെയ്ത് അവസാനിപ്പിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ളത്. परमेश्वर का पुत्र होने का यही मतलब है कि रास्ते में जो भी रुकावटें आए उनके साथ चलना नहीं, बल्कि उनको वहीं भस्म करना हमारा काम है. ആമേൻ അവിടെ വെച്ച് തന്നെ നാം അവസാനിപ്പിക്കുന്നു. उधर ही से हम उस गंदे काम को खत्म कर देंगे. നാം അവിടെ വെച്ച് തന്നെ മുടന്തനെ സൗഖ്യമാക്കുന്നു. हम उधर ही लंगड़े को चंगा कर देते അവിടെ हैं. വെച്ച് തന്നെ ദുഷ്ടാത്മാക്കളെ ആമേൻ നമ്മൾ പിശാചിനെ സാത്താനെ നമ്മൾ ശാസിക്കുന്നു. उसी समय हम दुष्ट आत्माओं को, शैतान को हराते हैं. ആമേൻ നമുക്ക് വഴിയരികിൽ ജീവിതത്തിന്റെ ഏത് വഴികളിലും ഹല്ലേലൂയ ആമേൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആമേൻ നാം പലരും ചിന്തിക്കുന്ന സുരക്ഷിതമായ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് തന്നെ നേരിടുന്ന സമയത്ത് തന്നെ ശത്രുവിന്റെ ബലത്തെ തകർക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. अपने लक्ष्य से पहुंचने से पहले रास्ते में, या फिर कोई सुरक्षित जगह पहुंचने से पहले रास्ते में ही अपना अद्भुत कार्य दिखाने वाले हम परमेश्वर के पुत्र हैं. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ ഹല്ലേലൂയ ശത്രുവിന്റെ ബലത്തെ ആമേൻ ഹല്ലേലൂയ ഞാൻ നേരിടുന്ന സമയത്ത് തന്നെ ഞാൻ അവയെ അവസാനിപ്പിക്കും. हालेलुया. आज हम ये कह सकते हैं कि शत्रु की सारी सामर्थ्य को उससे पहुंचने से पहले रास्ते में मैं खत्म कर दूंगा. പ്രതികൂലങ്ങൾ നമ്മുടെ മേൽ വാഴുവാൻ ഇടവരാതെ വണ്ണം ഹല്ലേലൂയ ആമേൻ നേരിടുന്ന സമയത്ത് തന്നെ യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ബലത്തെ തകർക്കുന്ന ഒരു ദൈവശക്തി. शैतान की शक्ति मुझ पर हावी होने से पहले मैं उसको खत्म करने वाला शक्ति मेरे पास है. ആമേൻ ആ മുടന്തിനെ, ആ രോഗത്തെ ആമേൻ നമ്മുടെ മേൽ നമുക്കൊരു ഭാരമായി തീരാതെ ആമേൻ നമ്മുടെ ഒരു ചിന്താ വിഷയമായി മാറാതെ ആമേൻ അപ്പോൾ തന്നെ ആ വിഷയത്തിന് പരിഹാരം ഒരുക്കി അഭിഷിക്തന്മാർ.
മാർ. वो शैतान की शक्ति हमारे लिए एक बोझ बन के ना बैठे, इससे पहले हम उसको खत्म करने वाले हमारे अंदर पवित्र आत्मा है। ശ്രദ്ധിക്കണമേ, ഒരുപാട് വിഷയങ്ങൾ ഭാരങ്ങളുമായി പേറി ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല, സൗഖ്യമാകുന്നില്ല, ഈ ബന്ധനം അഴിഞ്ഞു മാറുന്നില്ല, കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെന്നെല്ലാം ഭാരപ്പെടുന്ന യാത്ര ചെയ്യുകയാണോ? ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും വഴിമധ്യേ തന്നെ ആമേൻ ജനം അതെ മുടന്തനായ വ്യക്തിയെ അവിടെ വെച്ച് തന്നെ പരിഹാരം ഒരുക്കിയിട്ടാണ് മുമ്പോട്ട് യാത്ര ചെയ്തത്. हम लोग जितने भी लोग जीवन में सोचते हैं कि मैं आगे जाके रास्ते में क्या करूंगा, ये मेरे से काम नहीं हो पाएगा, तो एक बात को ध्यान रखेंगे, पतरस और यूहन्ना आराधनालय में पहुंचने से पहले फाटक में ही एक जन से लंगड़े मनुष्य को चंगा किया था। നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ഈ വിഷയവുമായി നാം നടക്കേണ്ടവരല്ല എന്നാണ് സന്ദേശത്തിന്റെ കാതൽ. इस संदेश का यही निचोड़ यही है कि हम अपनी समस्या को लेकर बैठकर उससे चलने के बजाय वहां नहीं बैठे। ഇന്ന് രാവിലെ ആത്മാവിൽ ഹൃദയത്തിനകത്ത് ഈ സന്ദേശ ഭാഗം നോട്ട് ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. നാം ഭാരം വഹിച്ചു കൊണ്ട് പോകേണ്ടവരല്ല, പിന്നെയോ ആമേൻ ആമേൻ നേരിടുന്ന വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് സമാധാനത്തോടെ ആരാധനാലയത്തിലേക്ക് പ്രവേശിച്ച അഭിഷക്തന്മാരുടെ പിൻഗാമികളാണ് നാം. ഓർക്കുക, വിഷയങ്ങളുമായി നാം അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരല്ല. ഹല്ലേലൂയ. മുടന്തനെ അവിടെ വെച്ച് സൗഖ്യമാക്കിയിട്ടേ അടുത്ത കാൽ നാം മുമ്പോട്ട് വെക്കൂ. एक बात को ध्यान रखेंगे, इस बातों को अपने हृदय में लिख लेंगे कि अपनी समस्याओं को लेकर बैठेंगे नहीं, उसको लेकर आगे अपने लिए बोझ नहीं बनाएंगे, बल्कि पतरस और यूहन्ना की तरह आराधनालय में पहुंचने से पहले फाटक में रोगी को चंगा करके उन्होंने अपना अगला कदम रखा था। മുടന്തനായ വ്യക്തിയെ ചുമന്നുകൊണ്ട് ആരാധനാലയത്തിൽ പോകേണ്ട ആവശ്യം പത്രോസും യോഹന്നാനും വന്നില്ല. उस लंगड़े को बिना चंगा किए उठाकर ले जाकर उनको ये काम नहीं करना पड़ा आराधनालय में जाके। ആമേൻ. ആ ഭാരം വഹിച്ചുകൊണ്ട് നീങ്ങേണ്ട ആ വിഷയം അവർക്കുണ്ടായില്ല. ये वो भार उनको उठाकर जाने का अवसर नहीं मिला उनको। ഒരുപാട് വഴികളിൽ നമ്മിൽ പലരും അനാവശ്യമായ ഒരുപാട് ചുമടുകൾ ചുമന്ന് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവസാനിപ്പിക്കാതെ അതും ചുമന്നുകൊണ്ട് ആരാധനാലയത്തിൽ കടന്നിട്ട് അവിടെയും ആരാധിപ്പാൻ കഴിയാതെ, അല്ലെങ്കിൽ അവിടെയും സമാധാനമായിരിക്കുവാൻ കഴിയാതെ ജീവിതത്തിന്റെ വഴികളിൽ ഭാരവും ചുമന്നിറങ്ങുന്ന ഒരുപാട് പേർ ക്രൈസ്തവ കോളത്തിൽ നിന്നുമുണ്ട്. हम जानते हैं कि कई सारे लोग ऐसे होते हैं कि जो भी परिस्थिति जीवन में रुकावटें बीच में फाटक में आती हैं, वो उसको अपने लिए एक बोझ बनाकर आराधनालय में जाते हैं, वहां भी आराधना ना करके वो उस बोझ से दबे रहते हैं। ശ്രദ്ധിക്കുക, നാം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. हम एक बात को ध्यान रखेंगे कि वहीं से उस बाधा को वहीं भस्म कर देंगे। നമുക്കറിയാം പത്രോസിന്റെയും യാക്കോബിന്റെയും വാക്കുകൾ പറയുന്നു, ഭിക്ഷ ചോദിക്കുന്നു. ആ വിഷയം നമുക്കറിയാവുന്ന അങ്ങോട്ട് കടന്നു പോകുന്നില്ല. പറയുന്നു, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കുന്നു. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഉള്ളത് നിനക്ക് തരുന്നു. ഞങ്ങൾക്ക് ഉള്ളത്, जो हमारे पास है. हमें जानते हैं कि इसमें लिखा है पतरस और यूहन्ना आराधनालय जा रहे थे, उस लंगड़े ने अपनी भीख मांगी और पतरस ने कहा कि चांदी सोना मेरे पास नहीं है, परंतु जो मेरे पास है मैं तुमको देता हूँ। കണ്ടോ ആ പദപ്രയോഗം കണ്ടോ? ഞങ്ങൾക്ക് ഉള്ളത്. हम ये देखिएगा, परंतु जो मेरे पास है, ഞങ്ങൾക്ക് ഉള്ളത് നിനക്ക് തരുന്നു. जो हमारे पास है वो हम तुमको देंगे. ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും കയ്യിലുള്ളത് നമുക്കറിയാം എന്താണെന്ന്. കർത്താവിൻ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം, ആ ദൈവശക്തിയുടെ വലിയ അത്ഭുതമാണ്. അല്ലെങ്കിൽ ദൈവ മനുഷ്യരുടെ വെളിപ്പെടുന്ന ദൈവശക്തി കൈയുള്ളപ്പോൾ പറയുക, എനിക്കുണ്ട് എനിക്കുണ്ട് എനിക്കുണ്ട്, അത് ഞാൻ നിനക്ക് തരികയാ. उनके हाथों में क्या है हम जानते हैं, यीशु मसीह के नाम से चंगा करने वाला एक शक्ति उनके हाथों में है. उनके हाथों में वही है जो उसको देने की वो चर्चा कर रहे थे. യേശുവിന്റെ നാമം കയ്യിലേന്തി അഭിഷിക്തന്മാർ വഴിയിൽ വെച്ച് തന്നെ പ്രശ്നത്തെ പരിഹരിക്കുകയാ. यीशु मसीह के नाम से चंगा करने वाली शक्ति रखने वाले पतरस और यूहन्ना उसी फाटक में उस शैतान को भस्म कर देते हैं. ഇന്ന് രാവിലെ ആത്മാവിൽ നമുക്കറിയാം നാം എല്ലാം പെന്തക്കോസ്തിന്റെ മക്കളാണ്. हम जानते हैं कि हम सब पेंतकुस्त के पुत्र हैं. ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചവർ, हम आत्मा की शक्ति को प्राप्त किए लोग हैं. നമുക്കറിയാം, നാം വായിക്കുന്നു മലാഖിയുടെ പുസ്തകമെല്ലാം വായിക്കുമ്പോൾ ഒരുപാട് മുടന്തുള്ളതിനെ കൂടെ നടത്തിയ കാര്യങ്ങൾ നാം വായിക്കുന്നു പുസ്തകങ്ങളിൽ. हम जानते हैं मलाकी पुस्तक में कई सारे
जो लंगड़े जो लंगड़े लंगड़े हुए चीजों को हम वहां देखते हैं। ആമേൻ അവയെ കൂടെ കൂട്ടി നടത്തി ആരാധനാലയത്തേക്ക് പോയ ആ കാലത്ത് ഒരുപാട് ആളുകളുണ്ട്. हम जानते हैं कि उनको साथ में लेकर आराधनालय में ले जाते हुए कई सारी घड़ी हम लोगों ने मलाकी पुस्तकों में देखी है। മുടന്തുള്ളതിനെ യാഗവസ്തുവായി അർപ്പിച്ചവർ മുടന്തി നടന്നതിനെ ചുമന്നുകൊണ്ടുവന്ന ചിത്രം മലാഖിയിൽ നാം വായിക്കുന്നുണ്ട്. उनको तुच्छ समझकर उनको अपने साथ रखकर ऐसा चित्र हम मलाकी पुस्तक में देख सकते हैं। എന്നാൽ ആമേൻ ദൈവപുത്രന്റെ യുഗത്തിൽ പെന്തക്കോസ്ത് യുഗത്തിൽ ഹല്ലേലൂയ മുടന്തുള്ളതിനെ അവിടെ വെച്ച് സൗഖ്യമാക്കിയിട്ടാണ് അഭിഷേകത്തിന് മുമ്പോട്ട് പോകുന്നത്. लेकिन हम पेंतकुस्त के युग में यीशु मसीह के आने के बाद हम ये जानते हैं कि लंगड़ों को उधर ही चंगा करके आराधनालय में ले जाते हैं। ഓർത്തിരിക്കുക ഹല്ലേലൂയ നാം സാധാരണക്കാരല്ല. हम इस बात को ध्यान रखेंगे कि हम साधारण मनुष्य नहीं हैं। ആമേ അനാവശ്യമായ ചുമടുകളെ ചുമന്നു പോകേണ്ട ആവശ്യം പെന്തക്കോസ്ത് യുഗത്തിൽ നമുക്കില്ല. हम बिना किसी वजह के कोई भी भार अपने बोझ अपने कंधों पर नहीं उठा सकते। വെല്ലുവിളികളെ കണ്ട് അവിടെ നിൽക്കേണ്ട ആവശ്യവും നമുക്കില്ല. परेशानियों की बढ़ती हुई वो ऊंचाई को देखकर हम वहां रुकना नहीं है। നാം തിരിഞ്ഞു നടക്കേണ്ടവരുമല്ല. हम पीछे मुड़कर भागने वालों में से भी नहीं है। നാം പറയുന്നു യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. हम बोलने वालों में से हैं कि यीशु मसीह के नाम से चल फिर। യേശുവിന്റെ നാമത്തിൽ മുടന്തുള്ളതിനെ നിവർത്തുന്നവരാണ് നാം. यीशु मसीह के नाम से लंगड़ों को चंगा करने वाले हैं हम। യേശുവിന്റെ നാമത്തിൽ പെന്തക്കോസ്തിന്റെ ശക്തിയാൽ നാം വിജയത്തോടെ ആലയത്തിൽ പ്രവേശിക്കും. यीशु मसीह के नाम से पेंतकुस्त की सामर्थ्य से हम आराधनालय में प्रवेश करने वालों में से हैं। ഇന്നലകളിൽ നടന്നുപോയവർ ആരും ഇവരെ കണ്ടിട്ട് ഒന്നും ചെയ്യാതെ കടന്നുപോയവരാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ ഇവരെ അഭിമുഖീകരിച്ച സകലരും ഇവരെ കണ്ടിട്ട് മുമ്പോട്ട് പോയവരാണ്. पिछले कुछ घड़ियों में जो इस लंगड़ों को देखकर भागने वाले और उनको तुच्छ समझकर आगे बढ़ने वाले ही आज हम यहाँ आराधनालय में इनको देखते हैं। എന്നാൽ ഇപ്പോൾ പെന്തക്കോസ്തിന്റെ ശക്തിയെ പ്രാപിച്ച അഭിഷിക്തന്മാർ ആ വഴിയെ നടന്നു വരുന്നു. पर अब हम देखते हैं कि पेंतकुस्त की सामर्थ पाए हुए परमेश्वर के शिष्य उस आराधनालय में जा रहे हैं। ഈ മുടന്തനായ ഭിക്ഷക്കാരന് മനസ്സിലായില്ല, കണ്ടാലെല്ലാം ഒരുപോലെയല്ലേ. ആമേൻ ചോദിച്ചു, ഭിക്ഷ ചോദിക്കുന്നു. എന്നാൽ ഈ മനുഷ്യർ വ്യത്യസ്തമാണെന്ന് ആമേൻ അവരോട് വെളിപ്പെട്ട ദൈവശക്തിയാലാണ് ഈ വ്യക്തി അറിഞ്ഞത്. वो जब पतरस और यूहन्ना को वो उस लंगड़ा आते हुए देखता है तो कुछ ज्यादा अंतर है नहीं मनुष्य में, उनमें तो वो अपनी भीख मांगने लगता है, पर जो असलियत उनकी जो समझ में आता है वो आश्चर्य कर्म के बाद उसको पता चलता है। ആമേൻ ശ്രദ്ധിക്കുക, ലോകദൃഷ്ടിയിൽ പക്ഷെ നാം ഒരുപോലെ ആയിരിക്കാം, പക്ഷേ ആമേൻ നമ്മളിലൂടെ വെളിപ്പെട്ട ദൈവശക്തി ആമേൻ ലോകത്ത് നമ്മളെ വ്യത്യസ്തരാക്കുകയാ. हम जबकि ऐसा हो सकता है कि लोगों में हम में ज्यादा दिखने में कोई अंतर ना हो, पर कि बल्कि जो हमारे अंदर आत्मा है, हमारे अंदर से जो शक्ति निकलती है वही हमको खास बनाती है। ആമേൻ വായിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നടക്കുക. हम वहाँ पढ़ते हैं यीशु मसीह नासरी के नाम से चल फिर। ഉടനെ അവൻ എഴുന്നേറ്റെന്ന് വായിക്കുന്നു. हम वहाँ देखते हैं वो तुरंत खड़ा हो गया। അവൻ നടന്നും തുള്ളിയും കൊണ്ട് ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നു. वो कूदते हुए खुशी से आराधनालय में प्रवेश किया। ഹല്ലേലൂയ. हालेलुया। വഴിയരികെ നമുക്ക് ആമേൻ നാം ഞെരുങ്ങുന്ന അല്ലെങ്കിൽ നാം ഭയപ്പെടുന്ന ഭാരം ചുമക്കുന്ന ഇടമല്ല, പിന്നെയോ ആമേൻ നടക്കുന്ന വഴികളിലെല്ലാം നാം അത്ഭുതം ചെയ്യുന്നവരാണ്. हम अपने रास्तों में भार उठाकर अपने कंधों पर बोझ लगाकर दबे पांव नहीं चलने वालों में से हैं, बल्कि वहीं पर शैतान की शक्ति को खत्म करने वालों में से എത്രയോ പേർ വഴിയരികിൽ വഴുതി വീഴുമ്പോൾ നാം വായിക്കുന്നു, പൗലോസ് ആമേൻ ഫിലിപ്പിയിൽ നടക്കുന്ന വഴിയിൽ ഒരു സഭ സ്ഥാപിക്കുകയാ. हम वहाँ कितने लोग हम पौलुस को देख सकते हैं कि फिलिप्पी में वो रास्ते फाटक में चलते चलते कलीसिया की स्थापना उसने की थी। നാം വായിക്കുന്നു, ആരാധനാലയം തിരഞ്ഞുള്ള യാത്രയിലാണ് ലുദിയുമായി പുഴവക്കത്ത് സംസാരിപ്പാനിടയായത്. हम जानते हैं कि लुदिया के किनारे वो वहाँ पे नदी किनारे वहाँ पर उस कलीसिया की स्थापना वहाँ की गई थी। നാം വായിക്കുന്നു, ആമേ രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ പെട്ടെന്ന് ആമേ ചില സ്ത്രീകൾ ഇരിക്കുന്നു, സംസാരിച്ചു. ആമേ നമുക്കറിയാം, യൂറോപ്പിലേക്കുള്ള സുവിശേഷന്റെ വാതിൽ തുറക്കുകയായിരുന്നു ആ വഴിയിലെ യാത്ര. हम जानते सुबह सुबह कुछ स्त्रियां मिलकर बातचीत कर रही थी। हम जानते हैं कि यूरोप की बहुत ही बड़ी कलीसिया वहां से उत्पन्न होती है। ആമേ ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആമേ നാം അറിയാതെ അല്ലെങ്കിൽ ആമേ നാം പറയപ്പെടുന്ന നാം അറിയിക്കുന്ന സുവിശേഷം ആമേ നിരവധി സഭകളെ സ്ഥാപിക്കുവാൻ അത് പര്യാപ്തമാണ്. प्रभु के दासों, हम जहाँ कहीं यात्रा करते हैं, हम जहाँ कहीं चर्चा करते हैं, वो परमेश्वर के राज में बहुत ही बड़ी कलीसिया उत्पन्न का कारण बन सकता है। എത്ര അത്ഭുതകരമായ കാര്യമാണ്. രാവിലെ ഒരു യാത്രക്കിറങ്ങിയ
പൗലോസ് ഇതാ ഫിലിപ്പയിൽ സഭ സ്ഥാപിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അത് യൂറോപ്പിൽ വലിയ മിനിസ്ട്രിക്കും കാരണമാകുന്നു. ഇന്ന് നമുക്കറിയാം ഏറ്റവും അധികം ദൈവസഭകളുള്ള ദേശത്തെ ആദ്യത്തെ മിഷണറി നടക്കുന്ന വഴിയിലാണ് ദൈവസഭ സ്ഥാപിച്ചത്. कितनी अद्भुत बात है कि पौलुस सुबह सुबह चलना शुरू करता है और रास्ते में फाटक में खत्म होते होते अद्भुत कार्य से एक कलीसिया को उत्पन्न करता है। यूरोप जैसे बहुत ही बड़े राज्य में परमेश्वर कार्य होता है और सबसे ज्यादा मसीह लोगों का समाज वहां पे नया मिशनरी शुरू होता है। ശ്രദ്ധിക്കുക, നാം നടക്കുന്ന വഴികളിൽ നാം അത്ഭുതം ചെയ്യുന്നവരാണ്. हम ध्यान देंगे कि हम चलने वाले सारे फाटक में हम अद्भुत कार्य നമ്മുടെ കൂടെ ഒരു കൂട്ടം ആളുകൾ വേണമെന്ന് നിർബന്ധമില്ല. हमारे साथ बहुत बड़ी भीड़ रहना जरूरी नहीं है। ആരാധനാലയത്തിൽ മാത്രമേ ദൈവശക്തി വെളിപ്പെടൂ എന്ന് നിയമമില്ല. आराधनालय में ही सिर्फ परमेश्वर का आत्मा प्रकट होगा ऐसा जरूरी नहीं। ദൈവശക്തി പ്രാപിച്ചവർ ഏകൻ നടക്കുമ്പോൾ അവിടെയും ദൈവശക്തി വെളിപ്പെടുകയാ. यीशु मसीह की परमेश्वर शक्ति पाए हुए लोग अकेले स्थानों में भी, एकांत जगह में भी परमेश्वर നിരവധി ഉദാഹരണങ്ങൾ മുമ്പിലൂടെ ഓടി വരുന്നത് എനിക്കറിയാം. बहुत सारे उदाहरण आपके सामने आ सकते हैं, मैं जानता हूँ। നമ്മുടെ എല്ലാ ജീവിത സാക്ഷ്യം അത് തന്നെയാ. हमारे जीवन की यही गवाही गवाही है। നാം ഏകരായി നടന്ന എത്രയോ ഇടങ്ങളിൽ നാം ഏകരായി മുഴങ്കാൽ മടക്കിയപ്പോൾ, ഏകരായി പ്രാർത്ഥിപ്പാനിരുന്നപ്പോൾ, ഏകരായി ആരാധിപ്പാൻ വേണ്ടി ഇരുന്നപ്പോൾ വെളിപ്പെട്ട ദൈവശക്തി ഇല്ലേ? ഹല്ലേലൂയ, ആമേൻ. നാം വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ വഴികളിന്റെ ഏത് വഴികളിലായിരുന്നാലും നാം ദൈവത്തിന്റെ ശക്തിയെ പ്രകടമാക്കുന്നവരാണ്. न जाने कितने बार हम जब एकांत में बैठे थे तो परमेश्वर का आत्मा हमसे बात किया था और परमेश्वर का आत्मा हमसे आश्चर्य कार्य करता है। तो हम जब फाटक में चलते हैं तो परमेश्वर का आत्मा हमारे साथ भी चलता है। കാത്തിരിക്കാതെ അവസരം നോക്കാതെ ബാക്കിയുള്ള ശിഷ്യന്മാരും വരട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് അവസരം നോക്കിയിരിക്കാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തെ സൗഖ്യമാക്കി ആ വ്യക്തിയെ കൊണ്ട് ആരാധനാലയത്തിലേക്ക് മുടന്തിയല്ല നടന്ന് കയറിയ അപ്പോസ്തലന്മാർ. और समय का इंतजार किया कि और भी साथी चले आए, उसका प्रार्थना करके चंगा करे, ये सब ना सोचते हुए उधर ही उसी क्षण में यीशु मसीह के नाम से उस रोगी को चंगा किया और उसको उठा कर नहीं बल्कि उसके साथ चलकर आराधनालय में प्रवेश किया। പെന്തക്കോസ്തിന്റെ ശക്തി ഓരോ വ്യക്തിയെയും അത്ഭുതം ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. पेंतिकोस्त की शक्ति एक हर एक इंसान को अद्भुत इंसान में बदल देने वाली शक्ति है। ഏകരായി നടക്കേണ്ടി വരുമ്പോഴും, അത് ജയിലിലായിരുന്നാലും കടലിലായിരുന്നാലും പത്മോസിലായിരുന്നാലും ജീവിതത്തിന്റെ ഏത് വഴികളിലും നമ്മുടെ മേൽ നിന്ന് വെളിപ്പെടുന്ന ദൈവശക്തിയുണ്ട്. പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. चाहे वो एकांत में हो, चाहे वो पतमुस के टापू में हो, चाहे घोर अंधकार के समुद्र में भी हो, पर कि परमेश्वर का आत्मा जो पुनरुत्थान की सामर्थ हमारे साथ है, वो हमेशा हमारी शक्ति देता है। മുമ്പോട്ട് നീങ്ങണം. നാം അവിടെ നിന്ന് ആ വിഷയങ്ങളെ കണ്ട് ഭാരപ്പെടാതെ പറയണം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. हम पीछे हटकर भागने के बजाय हम ये बोल सकते हैं, यीशु मसीह के नाम से बाधा हट जाए। നമുക്കറിയാം, ലോകത്തിലെ വഴി എന്ന് പറയുന്നത് നടന്ന് മുമ്പോട്ട് നീങ്ങുവാൻ വേണ്ടിയുള്ള ഇടമാണ്. हम रास्ते हम जानते हैं कि रास्ते जो होते हैं वो आगे बढ़ने के लिए होते हैं। നടന്ന് നീങ്ങുവാൻ വേണ്ടി നിർമ്മിച്ചതാണ് വഴി എന്നുള്ളത്. वो चलकर आगे बढ़ने के लिए बनाए जाते हैं। ലോകക്കാർ നടന്ന് മുമ്പോട്ട് നീങ്ങുകയാ. जो लोग संसार के लोग हैं वो चल के आगे बढ़ते हैं। നാം അതിലൂടെ പോകുമ്പോൾ നടക്കുന്ന ആ വഴിയിലും ദൈവത്തിന്റെ അത്ഭുതം ചെയ്തുകൊണ്ട് നടക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. जो हम उसी रास्ते पर जहाँ लोग चलते हैं, जब हम चलते हैं तो परमेश्वर का बहुत ही बड़ा अद्भुत कार्य हमारे साथ होता है। वो अधिकार परमेश्वर ने हमको दिया है। പലപ്പോഴും അനാവശ്യമായുള്ള ഇടപെടലുകൾ നമ്മുടെ ഇടപെടലുകൾ നിമിത്തം, അല്ലെങ്കിൽ നമ്മിലൂടെ വെളിപ്പെടേണ്ട ആ അത്ഭുതത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് പലപ്പോഴും ആ മുടന്തനെ ചുമന്നുകൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അവയെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവ ചുമന്നുകൊണ്ടെല്ലാം വലിയ ഭാരമായി ആ മുടന്നുള്ള മനുഷ്യൻ നമുക്ക് മാറാറുണ്ട്. हम जानते हैं जीवन में कई सारी परिस्थितियों में उस लंगड़े को, उस रोगी को एक भार के तौर पर हम अपने जीवन में लेते हैं और उसको फाटक में, उसको अपने रास्ते में उसको लेके चलना पड़ता है। എന്നാൽ വഴിയിരിക്കെ നമുക്കൊരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായി മാറും. पर हम जानते हैं कि वो एक रास्ता जो यात्रा होगा हमारे लिए गवाही का कारण होगा। ഞാൻ ഇവിടെ വീണു, അല്ലെങ്കിൽ ഞാൻ ഭാരപ്പെട്ടു, ഞാൻ ഞെരുങ്ങി എന്ന സാക്ഷ്യമല്ല പിന്നെയോ. നാം ആരാധനാലയത്തിൽ കടന്നിട്ട് ഇന്ന വഴിയിലൂടെ വന്നപ്പോൾ ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ ഇതാണെന്ന്
നാം അവിടെ സാക്ഷ്യം പറയും. मैं वहां दब के गिर गया, मैं आगे नहीं बढ़ पाया, ये सब नहीं, बल्कि गवाही ये है कि मैंने उसको चंगा किया, मैंने उसको आराधनालय में लाया और हम उसके साथ आगे बढ़ते गए। ആമേ പുറകെ വരുന്ന ആളുകൾ ആ വഴിയെ കുറിച്ച് പറയും, ഈ വഴിയിൽ വെച്ചാണ് പത്രോസും യോഹന്നാനും രോഗിയെ സൗഖ്യമാക്കിയത്. आगे जाके लोग यही कहने लगे कि यही रास्ता है जहाँ पे पतरस और यूहन्ना ने उस लंगड़े को चंगा किया। ആമേ പിന്നീട് അതിനെ വരുന്നവർ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ നാം ഇന്ന് നടക്കുന്ന നാം ആ ദൈവശക്തി അവിടെ വെളിപ്പെടുത്തണം. अगर आने वाले कल में लोग ये कहें, हम चाहते हैं कि लोग ये कहें कि इसी रास्ते पे अद्भुत कार्य हुए थे, तो हम आज से हमको अद्भुत कार्य करना शुरू करना है। എത്ര പേർക്ക് ഇത് പറയുവാൻ ധൈര്യമുണ്ട്? ഹല്ലേലൂയ. ഞാൻ നടക്കുന്ന വഴിയിൽ ഉണ്ടാകുന്ന സകല പ്രതികൂലത്തെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാക്കി, ആമേൻ, എനിക്കുണ്ടാകേണ്ട ഭാരത്തെ ഞാൻ ഒരു അനുഗ്രഹമായി ഞാൻ എന്റെ കൂടെ, ആമേൻ, അവരുടെ കൂടെ ഞാൻ യാത്ര ചെയ്യും. कितने लोग एक बात कह सकते हैं कि जहां जहां मैं रास्ते में, जिस भी रास्ते में मैं चलूंगा, मेरे सामने जो भी मेरे लिए भार आएगा उसको मैं अपने लिए एक अनुग्रह का कारण बना दूंगा। ആമേൻ. ഇന്നലകൾ നടന്നവർ, പത്രോസിന് മുമ്പിൽ നടന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ വ്യക്തി ഒരു വലിയ ഭാരമായി മാറിയിരുന്നു. कुछ समय पहले पतरस लोगों के लिए ये एक भार का कारण बन गया था। जो पतरस के आगे चलने वालों को, पतरस के आगे चलने वालों के लिए एक भार का कारण बन गया था ये लंगड़ा। ആമേൻ. ഈ വ്യക്തി, ആമേൻ, എന്നാൽ ഇപ്പോൾ പത്രോസ് അഭിഷിക്തന്മാർ വരുമ്പോൾ പത്രോസിന് ഒരു നന്മയെ മാറുകയാ. जब पतरस और यूहन्ना आते हैं तो उनके लिए एक आशीष का कारण बनता है। നാം ഇന്നും അത് വായിച്ച് ദൈവത്തെ പാടി അവൻ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഹല്ലേലൂയ, പത്രോസ് ആ തടസ്സത്തെ ഒരു അത്ഭുതമാക്കി മാറ്റി. हम आज ये आराधना करते हैं, हम ये सुसमाचार सुना रहे हैं, इसका कारण यही है कि पतरस ने उस दिन आश्चर्य कर्म को दिखाया। ആമേൻ. നാളെ ഈ വഴിയുടെ വരുന്നവർ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ കണ്ട് തലതിരിച്ച് മടങ്ങിപ്പോകാതെ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ നടക്കുവാൻ പറവാൻ അധികാരമുള്ള അഭിഷിക്തന്റെ ദൈവത്തിന്റെ പൈതലേ, പറയാമോ, യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. अगर कल को हम चाहते हैं कि लोग आकर यही कहें कि हम ये कार्य किए थे, तो आज हमको भागकर पीछे मुड़कर भागना नहीं है, बल्कि यीशु मसीह के नाम से चंगा करने वाली शक्ति हमको उड़ेलनी है। എത്ര പേർ രാവിലെ ആത്മാവ് വിഷയത്തെ ചിന്തിക്കുന്നു? നാം നടക്കും നമ്മുടെ ഗ്രാമത്തിലെ, നമ്മുടെ ഗലികൾ, നമ്മുടെ വഴികൾ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള വഴികൾ, ആമേ, ആരാധന പോകുന്ന ഇടങ്ങൾ, ആമേ, നമ്മൾ ബജാറിലേക്ക് വന്ന വഴികളെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വഴിയായി മാറും. कितने लोग विश्वास करते हैं कि मैं जहां जहां जाता हूं, जहां मैं अपनी कलीसिया में जाता हूं, वो रास्ता, जहां मैं बाजार में जाता हूं, वो रास्ता, जहां कहीं भी मैं जाऊं वहां आश्चर्य कर्म होने की संभावना पूरी है। ആമേൻ. നമുക്കറിയാം, യേശുവിന്റെ നാമത്തിൽ നാം കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറുന്നു. हम जानते हैं कि हम ये विश्वास करते हैं कि यीशु मसीह के नाम से सारी दुष्टात्माएं भाग सकती हैं। യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാക്കുന്നു. यीशु मसीह के नाम से रोगी चंगे हो सकते हैं। യേശുവിന്റെ നാമത്തിൽ പാപികൾ മാനസാന്തരപ്പെടുന്നു. यीशु मसीह के नाम से पापी जो होते हैं वो छुटकारा पाते हैं। ആമേൻ. യേശുവിന്റെ നാമത്തിൽ സകല അത്ഭുതം ചെയ്യാൻ നമുക്ക് അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. यीशु मसीह के नाम से सारे अद्भुत कार्य करने का अधिकार हमको मिला है। മുമ്പേ പോയവർ നടന്നിങ്ങി അതേ വഴിയിൽ, ആമേൻ, നാം വെറും യാത്രക്കാരല്ല. ശ്രദ്ധിക്കുക, നാം വെറും യാത്രക്കാരല്ല, ആമേൻ, നാം അത്ഭുതം ചെയ്യുന്നവരാണ്. जो पिछले दिनों में जो लोग इस रास्ते से चले थे, वो सिर्फ एक यात्री थे, बल्कि ध्यान देंगे, हम एक यात्री नहीं बल्कि अद्भुत कार्य करने वाले हैं। ആമേൻ. മുമ്പിൽ നടന്നവർക്കെല്ലാം ഈ വഴി യെരൂശലേം മന്ദിരത്തിലേക്കുള്ള വഴിയായി മാറിയപ്പോൾ പത്രോസിന് അത് അത്ഭുതത്തിന് ഇടമായി മാറുകയാ. जो पिछले लोग थे उनके लिए एक आराधनालय जाने का एक रास्ता था, बल्कि पतरस और यूहन्ना के लिए एक आशीष का रास्ता बन गया। ആരും ഉപയോഗിക്കാതിരുന്ന ഇടങ്ങൾ നാം അതിശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുകയാ. जो कोई भी इस रास्ते को छूता नहीं था, इस बातों को नजरअंदाज करता था, हम उसी रास्ते को उपयोग कर सकते हैं। ഞങ്ങളുടെ നാട്ടിൽ, വയനാട്ടിൽ ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒന്ന് രണ്ട് വീടുകൾ ആളുകൾ പറയുന്നു അവിടെ താമസിക്കാൻ കൊള്ളുന്ന സ്ഥലമല്ല, അവിടെ വലിയ പൈശാചിക ബാധയുള്ള സ്ഥലമാണ്. हमारे वायनाड में, केरला में एक पर्टिकुलर एक जगह है जहाँ पे लोग, मानंदवाड़ी के पास एक जगह है जहाँ पे लोग कहते हैं कि 2-4 घर है, लोग कहते हैं कि यहाँ नहीं जाना चाहिए, यहाँ पे शैतान का बंधन है। അവിടെ ചില വീടുകൾ, ഒന്ന് രണ്ട് വീടുകൾ അടുത്തുണ്ട്. അവിടെ ആളുകൾ വാടകയ്ക്ക് പോലും താമസിക്കത്തില്ല. അവിടെ പറയുന്നു വലിയ പ്രയാസമുള്ളതാണ്, അവിടെ രോഗിയായി മരിക്കുന്നു, രാത്രിക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ല, നടന്നു പോകാൻ പോലും പ്രയാസമുള്ള ചില ഏരിയകളുണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത്. मैं जो जगह मैंने बोला है, लोग वहाँ कहते हैं कि वहाँ पे जो भी जाता है, जो भी रहता है, वहाँ पे कोई मकान भी नहीं लेता है, जो भी रहता है वहाँ पे वो रोगी हो जाता है, रात को नींद नहीं आती है, तो बगल से जाने में भी लोगों को डर लगता है। ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിലെ ഒരു ദിവസം വാഹനം ഓടിച്ചു വരുമ്പോൾ, कुछ सालों पहले जब मैं उस रास्ते से गाड़ी चला के जा रहा था, ഈ വീടിന് മുമ്പിൽ ഒരു ബോർഡ് കാണുന്നു, പ്രാർത്ഥനാലയം. तो उस घर के सामने एक बोर्ड लगा था जिसमें लिखा था आराधनालय। വർഷങ്ങളായി കാട് പിടിച്ച് കിടന്ന വീട് വൃത്തിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് മുമ്പിലൊരു ബോർഡ്, പ്രാർത്ഥനാലയം.
सालों से बंद हुआ वो घर, उसको पेंट मारकर, उसको पुताई कराकर उसके आगे लिखा है प्रार्थनालय। ഞാൻ അവിടെ ചോദിച്ചു, അപ്പൊ പറഞ്ഞൊരു പാസ്റ്റർ കുടുംബം താമസിക്കുക. मैंने वहां पूछा तो वहां पता चला कि एक पासवान और उसका परिवार वहां रह रहा है। ചുരുങ്ങിയ വാടകയ്ക്ക് വീട് കിട്ടി. छोटे से एक पैसे में घर मिल गया। അവിടെ ഒരു ആരാധനാലയം ആരംഭിച്ചു. वहां पे एक आराधनालय की स्थापना कर ली। ദൈവത്തെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് ദൈവത്തെ അവിടെ ആരാധിക്കുന്നു. बहुत बड़ी एक संख्या वहां पे परमेश्वर की आराधना करती है आज। ശ്രദ്ധിക്കണമേ, നാട്ടുകാർ ഭയപ്പെട്ടതിനെ അഭിഷിക്തന്മാർ ഉപയോഗിക്കുകയാ. ध्यान देंगे कि जिस जगह से लोग वहां कांपते थे, डरते थे, बल्कि उसी जगह का हम लोगों ने इस्तेमाल करना सीखना है। നാം സാധാരണക്കാരാണോ നാം അസാധാരണക്കാരാ? हम साधारण नहीं बल्कि असाधारण लोग हैं। അവൻ ലോകക്കാർ ഭയപ്പെടുന്നതിനെ നാം ആയുധമായിട്ട് ഉപയോഗിക്കും. लोग जिस चीज से डरते हैं हम उसका फायदा उठाना ഈ चाहिए। മുടന്തനെ കണ്ട് എത്ര പേർ ഭയപ്പെട്ട് ആമേൻ ഓടിപ്പോയതാ, പക്ഷെ പത്രോസ് അവിടെ കാര്യങ്ങൾ ചെയ്യുകയാ. न जाने कितने लोग इस लंगड़े को देखकर डर के भाग गए, बल्कि पतरस और यूहन्ना ने इसको चंगा करने की कोशिश की। ലോകത്തിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ നാം യേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കും. लोग दुनिया के संसार के लोग जिस कार्य को नहीं कर पाए, जिस चीज का उपयोग नहीं कर पाए, हम उसी चीज का उपयोग कर सकते हैं। അഭിഷക്തന്റെ കരങ്ങളിൽ ഇണങ്ങാത്ത ആയുധങ്ങളുണ്ടോ? अभिषिक्त लोगों के हाथ से कोई कार्य नहीं हो सकता है। രാവിലെ ആത്മാവിൽ പറയാമോ? ഞാൻ വളരെ വളരെ വിശ്വസിക്കുന്ന വിഷയമാണ്. നമ്മുടെ കരങ്ങൾ അസാധാരണ കരങ്ങളാണ്. हम इस बात को हम ध्यान देंगे कि हमारे जो हाथ हैं, हमारे जो पंजे हैं, वो एक असाधारण हाथ है। ആമേൻ. എത്രയോ പേർ പരാജയപ്പെട്ടെടുത്ത് നമ്മുടെ കരം വെക്കുമ്പോൾ നമുക്ക് അതൊരു ആയുധമായി മാറും. न जाने कितने लोग जहाँ पर गिर चुके थे, वहां पे हम हाथ रखने से वहां पे अद्भुत कार्य हो सकता ഈ है। മുടന്തനെ നിസ്സാരെന്ന് കണ്ട ആളുകൾ ഇന്ന് പത്രോസ് ആ മുടന്തനെ ഉപയോഗിച്ച് സുവിശേഷം പ്രസംഗിക്കുക. इस लंगड़े को तुच्छ समझकर जो लोग आगे बढ़ गए थे, उसी लंगड़े को पतरस ने अपनी गवाही का सुसमाचार को फैलाने का एक इंस्ट्रूमेंट बनाया, माध्यम बनाया। എത്രയോ രോഗത്തെ സൗഖ്യമാക്കിയിട്ട് നാം പ്രസംഗിക്കുന്നു. न जाने कितने लोग रोगों को चंगा कर हम अपना प्रचार कराते हैं। ഹല്ലേലൂയ. हालेलुया। ഈ വഴി അനേകർക്ക് കഠിനമായ വഴിയായി മാറിയപ്പോൾ പത്രോസിന് ഇത് പ്രസംഗത്തിന്റെ വഴിയായി മാറുകയാ. न कितने लोग के लिए ये एक बहुत कठिन रास्ता था, बल्कि ये पतरस और यूहन्ना के लिए एक प्रचार का रास्ता बन गया। അനേകർക്ക് ഈ വഴി ആമേൻ വെറും ഒരു യാത്ര ചെയ്യുന്ന യെരൂശലേമിലേക്കുള്ള വഴി, മന്ദിരത്തിന്റെ വഴിയായി മാറിയപ്പോൾ പത്രോസിന് ഇത് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്ന വഴിയായി മാറുകയാണ്. यात्रियों के लिए, लोगों के लिए सिर्फ एक रास्ता था आराधना के लिए यरूशलेम के, बल्कि पतरस और यूहन्ना के लिए आशीष का रास्ता था। വഴിയിലും വെളിപ്പെടുന്ന ദൈവശക്തി, रास्तों में दिखाने वाला अद्भुत कार्य, वो शक्ति നമ്മളെ ഞെരുക്കുന്ന മതിലുകളെ ഇടിച്ച് നാം മുമ്പോട്ട് പോകും. हमें रोकने वाली सारी दीवार को तोड़कर हम आगे बढ़ने वालों में। ഹല്ലേലൂയ. हालेलुया। ആരാധനാലയത്തിനകത്ത് മാത്രമല്ല പുറത്തും നാം ദൈവശക്തി വെളിപ്പെടുത്തുന്നവരാണ്. आराधनालय की सिर्फ अंदर ही नहीं बल्कि बाहर भी हम अद्भुत कार्य दिखाने അവൻ वाले നാം हैं। ചെയ്യുന്ന ഓഫീസുകളിൽ, നാം ചെയ്യുന്ന യാത്രകളിൽ, നാം പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ, നാം ആയിരുന്ന ഇടങ്ങളിലെല്ലാം നമ്മിലൂടെ ദൈവശക്തി വെളിപ്പെടും. हम जिस ऑफिस में काम करते हैं, हम जिस स्कूल में हम पढ़ाते हैं, जहाँ कहीं भी हम अपना काम करते हैं, वहां पर परमेश्वर का बहुत ही बड़ा अद्भुत कार्य हो सकता है। ഹല്ലേലൂയ. हालेलुया। ആമേൻ. സകല ഇടത്തും വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. हर एक जगह पर अपनी शक्ति को दिखाने, प्रकट करने का सामर्थ्य रखने वाली शक्ति हमारी पवित्र आत्मा ആമേൻ. സകല ഇടത്തും ആ ദൈവശക്തി വെളിപ്പെടും. है। वो हर एक जगह पे प्रकट हो सकता है। സകല ഇടത്തും ആ ദൈവശക്തി വെളിപ്പെടും. वो हर एक जगह पे परमेश्वर का आत्मा प्रकट हो सकता ആമേൻ. है। ഈ ദൈവശക്തിയാൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. इसी शक्ति के साथ बंदीगृह की नींव ही सकती है। ശ്രദ്ധിക്കണമേ, ഈ ദൈവശക്തിയുടെ മുമ്പിൽ രാഷ്ട്രങ്ങൾ മുഴങ്കാലം അടക്കും. हम ध्यान देंगे कि इसी शक्ति के सामने राष्ट्र अपने घुटने टेकेंगे। ആമേ. സകല ജാതികളും ഈ നാമത്തിന് മുമ്പിൽ മുഴങ്കാലം അടക്കും. सारी जाति इस नाम के आगे घुटने टेकेगी। ഹല്ലേലൂയ. हालेलुया। പത്രോസേ, നീ വെറും ഒരു യാത്രക്കാരനല്ല ഈ വഴിയിൽ. पतरस, तू सिर्फ एक यात्री नहीं है इस रास्ते में। ആമേ. നിന്റെ ലക്ഷ്യം കേവലം ആരാധനാലയത്തിൽ പോയി ആരാധിച്ച് മടങ്ങി വരിക എന്നുള്ളതല്ല. പിന്നെയോ നീ ആ വഴിയെയും ശുദ്ധമാക്കുവാൻ, ആ വഴിയെ തടസ്സങ്ങളെ മാറ്റിയിട്ട് യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. पतरस तो सिर्फ एक यात्री नहीं है, बल्कि उस रास्ते को अभिषेक का रास्ता बनाकर वापस आकर यीशु मसीह की गवाही देने वालों में से। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। നാം യെരൂശലേമിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. हम यरूशलेम में अद्भुत कार्य करने वाले മാളികമുറിയിൽ മാത്രമല്ല, വഴിയിലും നാം ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യും. कोठरी में नहीं, बल्कि हम बाहर जाकर फाटकों में भी आश्चर्य करने തടസ്സങ്ങൾ മാറും.
रुकावट सब हट जाएंगे, മുടന്തുകൾ ആമേൻ സൗഖ്യമാകും. लंगड़े सब चंगे हो जाएंगे, നമ്മുടെ കൂടെ ആളുകളുടെ എണ്ണം വർദ്ധിക്കും. हमारे साथ लोगों की गिनती घट जाएगी। ആമേൻ ഈ അത്ഭുതം സകലരും ആമേൻ പ്രസംഗിക്കും ഈ വിഷയത്തെ കുറിച്ച്. अद्भुत लोग, संख्या के लोग इस प्रचार को फैलाएंगे। ആമേൻ യെരൂശലേമിൽ നാം അത്ഭുതം ചെയ്യും. यरूशलेम में हम अद्भुत कार्य करेंगे। നടക്കുന്ന വഴികൾ നമ്മുടെ ശുശ്രൂഷ മേഖലയെ മാറും. हम चलने वाली जगहों में वो एक सुसमाचार का जगह बन നമ്മുടെ जाएगा। കരത്താൽ പ്രതികൂലങ്ങളെ നാം ആയുധമാക്കും. हमारे हाथों से उस रुकावट को हम आशीष में बदल देंगे। യേശുവിന്റെ നാമത്തിൽ നാം അത്ഭുതം ചെയ്യും. यीशु मसीह के नाम से हम अद्भुत कार्य ദൈവം करेंगे। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे, ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. हमारे लिए प्रार्थना करिएगा। God bless you all. प्रभु आपको आशीष करे। Amen.